രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം സമാപിച്ചു. എറണാകുളത്ത് ഇരു മുന്നണികളുടെയും പ്രവർത്തകർ ഏറെ ആവേശത്തോടെയാണ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. ജില്ലയിൽ കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശമില്ലാതെ വാർഡുകൾ തോറുമായിരുന്നു കൊട്ടിക്കലാശം. പരസ്യപ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പരമാവധി വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിൽ തന്നെയായിരുന്നു സ്ഥാനാർത്ഥികളെല്ലാം. എറണാകുളം ജില്ലയിൽ പ്രധാനമായും മത്സരം നടക്കുന്നത് കോർപ്പറേഷനിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടുണ്ടെന്നാണ് LDF കേന്ദ്രങ്ങൾ പറയുന്നത്. അതേസമയം കോർപ്പറേഷൻ നിലനിർത്തും എന്ന അവകാശവാദമാണ് UDF ഉന്നയിക്കുന്നത്. പുതുതായി രൂപം കൊണ്ട 2 നഗരസഭയടക്കം 13 നഗരസഭകളിലേക്കും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഭരണനേട്ടങ്ങൾ നിരത്തി UDF വോട്ട് പിടിക്കുമ്പോൾ ഭരണപരാജയം ചൂണ്ടിക്കാട്ടിയാണ് LDF വോട്ട് അഭ്യർത്ഥിക്കുന്നത്. പരസ്യപ്രചാരണം അവസാനിച്ചു. ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിൻ്റേത്. കൂട്ടിക്കിഴിച്ചു നോക്കിയപ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും ഇരു മുന്നണികളും അവകാശപ്പെടുന്നില്ല. യഥാർത്ഥ വിജയം ആർക്കൊപ്പമാണെന്നറിയണമെങ്കിൽ 7-ാം തീയതി വരെ കാത്തിരിക്കണം. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ രഞ്ജിത് രാജകുമാരിക്കൊപ്പം ബിജേഷ് നടുവിൽ. ആലപ്പുഴ ജില്ലയിലും ഏറെ ആവേശത്തോടെയാണ് പ്രചാരണം കൊട്ടിക്കലാശിച്ചത്. ഇരുമുന്നണികൾക്കും ഏറെ പ്രതീക്ഷയുള്ള ജില്ലയിൽ വെള്ളാപ്പള്ളിയുമായുള്ള കൂട്ടുകെട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. കഴിഞ്ഞ 3 ആഴ്ചക്കാലത്തെ ശബ്ദമുഖരിതമായ പ്രചരണത്തിന് സമാപനമായി. വളരെ വാശിയേറിയ കൊട്ടിക്കലാശമാണ് ജില്ലയിൽ കാണാൻ സാധിച്ചത്. UDFും LDFും തന്നെയാണ് കൊട്ടിക്കലാശത്തിൽ മുന്നിട്ട് നിന്നത്. ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രമാണ് BJPയുടെ സാന്നിധ്യം കൊട്ടിക്കലാശത്തിൽ ദൃശ്യമായത്. തുടക്കം മുതൽ തന്നെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഇത്തവണയും അത് നിലനിർത്തുമെന്നാണ് അവകാശപ്പെടുന്നത്. പുതിയ നഗരസഭയായ ഹരിപ്പാട് കൂടാതെ 5 നഗരസഭകളിൽ 4 എണ്ണവും ഇപ്പോൾ UDF ആണ് ജില്ലയിൽ ഭരിക്കുന്നത്. ഇത്തവണ അതിൽ മാറ്റം വരാനാണ് സാധ്യത. SNDP BJP സഖ്യത്തിന് തുടക്കത്തിൽ കണ്ട ആവേശം ഇപ്പോഴില്ല. പല സ്ഥലത്തും ഇവർ തമ്മിൽ നീക്കുപോക്കുകൾ പോലുമില്ല. BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് SNDPയുടെ കാര്യമായ പിന്തുണ ലഭിക്കുന്നില്ലെന്നും പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ സഖ്യത്തിന് ജില്ലയിൽ വേണ്ടത്ര ഗുണം ലഭിക്കില്ലെന്നാണ് വിലയിരുത്തൽ. എന്നാൽ LDFിൻ്റെയും BJPയുടെയും വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ അവകാശവാദം. പരമ്പരാഗത വ്യവസായ മേഖലയുടെ തകർച്ചയും നെല്ല് സംഭരണത്തിലെ വീഴ്ചയും കർഷകരുടെ പ്രതിഷേധവുമൊക്കെ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഭരണത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് അല്പം മുൻപ് വരെയുള്ള മണിക്കൂറുകൾ ഇരുമുന്നണിക്കും വളരെ നിർണായകമാണ്. അവസാന നിമിഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിയിലൂടെ സീറ്റുകൾ നേടിയെടുക്കാനുള്ള നീക്കമാണ് സർക്കാർ സഹായത്തോടെ UDF ജില്ലയിൽ നടത്തിവരുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കോട്ടയത്ത് കൊട്ടിക്കലാശത്തിന് തിരശീല വീണപ്പോൾ ആത്മവിശ്വാസത്തിന്റെ നെറുകയിൽ മുന്നണികൾ. നാടെങ്ങും ശക്തി പ്രകടനങ്ങൾ. വിധിയെഴുതാൻ 15 ലക്ഷം വോട്ടർമാർ. ജില്ലാ പഞ്ചായത്ത്, 73 ഗ്രാമപഞ്ചായത്തുകൾ, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 6 നഗരസഭകൾ. ഇവിടെ ജനഹിതം തേടിയിറങ്ങിയ 5399 സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കുന്നത് ജില്ലയിലെ 15,03,582 വോട്ടർമാരാണ്. 1344 വാർഡുകളിലായി 2331 പോളിംഗ് കേന്ദ്രങ്ങളും 2672 വോട്ടിംഗ് യന്ത്രങ്ങളും സജ്ജമായി കഴിഞ്ഞു. ജില്ലയിൽ 100 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. സുരക്ഷയ്ക്കായി 5 സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ സേവനത്തിന് പുറമെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുൾപ്പെടെ 1728 പേരെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചു. മുന്നണിയിലെ സൗഹൃദ മത്സരങ്ങൾ മുതൽ ബാർക്കോഴ കേസ് വരെയുള്ള സംഭവങ്ങൾ UDFനെ ഏറെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ കാർഷിക മേഖലയിലെ തകർച്ചയും റബ്ബർ വിലയിടിവുമായിരുന്നു ഇടതുമുന്നണിയുടെ പ്രചരണ വിഷയം. മറികടക്കാൻ വികസന നേട്ടങ്ങൾ ഉയർത്തിയെങ്കിലും ബാർക്കോഴ കോടതി വിധി UDFനെ പ്രതിരോധത്തിലാക്കി. അതിനിടെ ഘടകകക്ഷികളായ JDU, മുസ്ലിം ലീഗ്, CMP തുടങ്ങിയ പാർട്ടികൾ പിണങ്ങിപ്പിരിഞ്ഞതും UDFന് തിരിച്ചടിയായി. മാണിയോടൊപ്പം നിന്ന PC ജോർജിന്റെ സെക്കുലർ ഇക്കുറി ഇടതുമുന്നണിയുടെ ചിറകിലേറിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. പരാതിക്കിടം നൽകാതെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയും ഘടകകക്ഷികൾക്ക് ന്യായമായ സീറ്റുകൾ നൽകിയും മുന്നേറിയ LDFന് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതിനിടെ SNDPയുമായുള്ള കൂട്ടുകെട്ടിൽ നേട്ടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആവേശം മലതള്ളി മലപ്പുറത്തും പരസ്യപ്രചാരണം കൊട്ടിക്കലാശിച്ചു. സംസ്ഥാനത്തെ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളുള്ള ജില്ലയിൽ 8693 പേർ ജനവിധി തേടുന്നുണ്ട്. സ്ഥാനാർത്ഥികളും അണികളും വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ്. ആവേശം വാനോളമുയർത്തിയാണ് ജില്ലയിൽ പരസ്യപ്രചരണം കൊട്ടിക്കലാശിച്ചത്. അലങ്കരിച്ച വാഹനങ്ങളും കൊടികളും തോരണങ്ങളും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളുമായി നഗരം ആഘോഷത്തിലായി. രണ്ടായിരത്തി 510 വാർഡുകളിലായി 8693 സ്ഥാനാർത്ഥികൾ ജില്ലയിൽ അംഗത്തിനുണ്ട്.
സ്ഥാനാർത്ഥികളിൽ 47.76% വനിതകൾ. വോട്ട് രേഖപ്പെടുത്താൻ 3911 പോളിംഗ് സ്റ്റേഷനുകളും തയ്യാറായി. പ്രശ്നബാധിതമായി കണക്കാക്കുന്നത് 26 ബൂത്തുകൾ. ഇവിടെ വെബ്കാസ്റ്റിംഗ് സംവിധാനവും അധികം ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളുള്ളതും മലപ്പുറം ജില്ലയിലാണ്. 94 പഞ്ചായത്തുകൾ, 12 നഗരസഭകൾ, 15 ബ്ലോക്ക് പഞ്ചായത്തുകൾ, പുറമെ 32 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും. 2010 ഒരു നഗരസഭയും 8 പഞ്ചായത്തുകളും 1 ബ്ലോക്ക് ഡിവിഷനും 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ഒഴികെയെല്ലാം UDF-നൊപ്പമായിരുന്നു. 30% സ്ഥലത്തും ഇത്തവണ UDF സംവിധാനമില്ല. ഈ തമ്മിൽ തല്ലും ജില്ലയുടെ പിന്നാക്കാവസ്ഥയും LDF-ന് പ്രതീക്ഷ നൽകുന്നുണ്ട്. BJP, SDPI തുടങ്ങിയ വർഗീയ കക്ഷികൾക്ക് താരതമ്യേന പ്രാധാന്യമില്ലാത്ത ഇടം കൂടിയാണ് മലപ്പുറം ജില്ല. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തെരഞ്ഞെടുപ്പ് ആവേശം വാനോളം ഉയർത്തി പാലക്കാട്ടും പരസ്യപ്രചാരണം അവസാനിച്ചു. നിശബ്ദ പ്രചാരണത്തിന്റെ വരും മണിക്കൂറിൽ അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും. അക്ഷരാർത്ഥത്തിൽ പാലക്കാട് നഗരത്തെ ഇളക്കിമറിച്ചായിരുന്നു LDF, UDF മുന്നണികളുടെയും BJPയുടെയും കൊട്ടിക്കലാശം. 88 ഗ്രാമപഞ്ചായത്ത് കേന്ദ്രങ്ങളിലും 7 നഗരസഭകൾ കേന്ദ്രീകരിച്ചും ആവേശകരമായ കൊട്ടിക്കലാശമാണ് നടന്നത്. റോഡ് ഷോ, ബൈക്ക് റാലി എന്നിവ പ്രവർത്തകരെ ആവേശത്തിലാക്കി. വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നഗരസഭയിൽ പരമാവധി പ്രവർത്തകരെ അണിനിരത്തിയുള്ള ശക്തി പ്രകടനമാണ് നടന്നത്. LDF കൊട്ടിക്കലാശത്തിന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് നേതൃത്വം നൽകി. മുതിർന്ന നേതാവ് O രാജഗോപാലിന്റെ നേതൃത്വത്തിലായിരുന്നു BJPയുടെ കൊട്ടിക്കലാശം. പുതുപ്പള്ളി തെരുവ് കേന്ദ്രീകരിച്ച് UDF-ഉം പരസ്യപ്രചരണം അവസാനിപ്പിച്ചു. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി 6466 സ്ഥാനാർത്ഥികളാണ് പാലക്കാട്ട് മത്സരരംഗത്തുള്ളത്. 21,32,322 വോട്ടർമാർ ഇവരുടെ വിധി നിർണയിക്കും. അവസാന അരമണിക്കൂറിൽ തിമർത്തു പെയ്ത മഴയ്ക്ക് പോലും പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ആവേശം 1 ഇഞ്ച് കുറയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. പത്തനംതിട്ടയിലും കൊട്ടിക്കലാശം മുന്നണികൾ ഗംഭീരമാക്കി. ജില്ല നിലനിർത്താൻ UDF-ഉം പിടിച്ചടക്കാൻ LDF-ഉം കടുത്ത പോരാട്ടമാണ് പത്തനംതിട്ടയിൽ നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് ശബ്ദ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലും ആവേശം ഒട്ടും ചോരാതെ ജില്ലയിൽ കൊട്ടിക്കലാശം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. 54 ഗ്രാമപഞ്ചായത്തിന്റെയും 8 ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും നഗരസഭയുടെയും സാരഥ്യം ഇനി തങ്ങൾക്കൊപ്പമായിരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ കൊട്ടിക്കലാശം നടന്നത്. പുതുതായി പിറന്ന പന്തളം നഗരസഭയടക്കം ജില്ലയിലെ 4 നഗരസഭകളുടെയും ഭരണം പിടിച്ചെടുക്കാനുതകുന്ന പ്രചരണ പ്രവർത്തനത്തിലായിരുന്നു അവസാന നിമിഷം വരെ ഇരുമുന്നണികളും. SNDPയെ കൂടെ കൂട്ടി BJP കളം പിടിക്കാനുള്ള ശ്രമവും ഇക്കാലത്തുണ്ടായി. എന്നാൽ രാഷ്ട്രീയ വർഗീയ കൂട്ടുകെട്ടുകൾ ജില്ലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്ന നിഗമനത്തിലാണ് ഇരുമുന്നണികളും. ഗ്രാമപഞ്ചായത്തുകളിൽ 55 സ്ഥാനാർത്ഥികളാണ് BJP SNDP സഖ്യത്തിനുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണം നിശബ്ദ പ്രചരണത്തിലേക്ക് വഴിമാറുമ്പോഴും ജില്ലയിൽ സജീവമായി ചർച്ച ചെയ്ത കാർഷിക മലയോര മേഖലയിലെ കർഷകരുടെ പ്രതിസന്ധികളും തോട്ടം തൊഴിലാളി പ്രശ്നങ്ങളും ഈ ദിനങ്ങളിലും സജീവമായ ചർച്ചാ വിഷയമായിരിക്കും. ചില പ്രദേശങ്ങളിൽ ഘടകകക്ഷികൾ തമ്മിലുള്ള സൗഹൃദ മത്സരവും വിമതശല്യവും UDF-ന് തലവേദന സൃഷ്ടിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം ജില്ലയുടെ ചരിത്രത്തിന്റെ ഭാഗമാവുമെന്നാണ് ഏവരും കരുതുന്നത്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം മാറ്റിക്കുറിക്കപ്പെടുമെന്ന് കരുതപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചരണ ഘട്ടത്തിലും കൊട്ടിക്കലാശത്തിലും വലിയ ആവേശം തന്നെയാണ് നിലനിന്നത്. പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം ലെസ്ലി ജോൺ. രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃശൂർ ജില്ലയിൽ പരസ്യപ്രചരണം അവസാനിച്ചതോടെ മുന്നണികൾ നിശബ്ദ പ്രചാരണം ആരംഭിച്ചു. കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും തിരികെ പിടിക്കാൻ LDF-ഉം ഭരണ തുടർച്ചയ്ക്കായി UDF-ഉം കളത്തിലിറങ്ങുമ്പോൾ നേട്ടമുണ്ടാക്കാനാവുമെന്ന പ്രതീക്ഷയിൽ BJPയും രംഗത്തുണ്ട്. പുതുതായി രൂപീകരിച്ച വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ആദ്യ ഭരണം പിടിക്കാൻ ഇടതു വലതു മുന്നണികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലുമാണ്. ആഴ്ചകളായി നടന്ന പ്രചരണങ്ങളുടെയെല്ലാം ആവേശം സമന്വയിപ്പിച്ചാണ് മുന്നണികൾ പരസ്യപ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ ആഘോഷമാക്കിയത്. മുദ്രാവാക്യങ്ങൾക്കൊപ്പം വാദ്യമേളങ്ങളും താളച്ചുവടുകളുമായപ്പോൾ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടുന്നതായിരുന്നു. ഇക്കുറി 24 ലക്ഷം വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. 111 തദ്ദേശ സ്ഥാപനങ്ങളിലായി 7045 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. കോർപ്പറേഷൻ ഭരണം തിരികെ പിടിക്കാനുള്ള തീവ്ര ശ്രമത്തോടെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രചരണം.
റിബൽ സ്ഥാനാർത്ഥികളും ഗ്രൂപ്പ് വഴക്കുമെല്ലാം UDFന്റെ വിജയപ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിൽ 2 സീറ്റുകളെന്ന നില മെച്ചപ്പെടുത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് BJP. ജില്ലാ പഞ്ചായത്ത് തിരികെ പിടിക്കുകയെന്ന ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടലുകൾക്ക് ഭരണവിരുദ്ധ വികാരവും ഭരണസമിതിക്കെതിരായ അഴിമതി ആരോപണങ്ങളും ആത്മവിശ്വാസം പകരുന്നു. സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത ചാവക്കാട്, കൊടുങ്ങല്ലൂർ മേഖലകളിലെ കൊട്ടിക്കലാശം വാർഡ് തലങ്ങളിൽ മാത്രം ഒതുക്കി. ദിവസങ്ങൾ നീണ്ട പരസ്യ പ്രചരണത്തിന് സമാപനമാവുകയാണ് ഈ ഒരു പ്രചരണം. ശേഷമാകും ജില്ല മുഴുവൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. ക്യാമറമാൻ PP സെലിമിനൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാനവട്ട കണക്കുകൾ പുറത്തുവന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് 77.83% പോളിംഗ് രേഖപ്പെടുത്തി. കൂടിയ പോളിംഗ് ശതമാനം വയനാട്ടിലും കുറഞ്ഞ പോളിംഗ് ശതമാനം തിരുവനന്തപുരത്തുമാണ് രേഖപ്പെടുത്തിയത്. കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസ് BJP രഹസ്യധാരണ. BJP സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നേതാവ് മാലയിട്ടു സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതിനിടെ മുൻ ഡെപ്യൂട്ടി മേയർ B. ഭദ്ര കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. SNDP ചങ്ങനാശ്ശേരി യൂണിയൻ മതസ്പർദ്ധ വളർത്തി വോട്ട് പിടിക്കാൻ ശ്രമിച്ചത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മതത്തിന്റെ പേരിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനുള്ള ആഹ്വാനം നൽകരുതെന്ന് കർശന നിർദ്ദേശവും നൽകി. ബാർക്കോഴ കേസിൽ വിജിലൻസ് കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മന്ത്രി KM മാണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ ഗവർണറെ കണ്ടു. മാണി രാജിവെക്കേണ്ടതിന്റെ ആവശ്യകത ഗവർണറെ ബോധ്യപ്പെടുത്തിയെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. ബീഫ് കഴിച്ചാൽ തലയറുക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് BJPയുടെ ഭീഷണി. BJP നേതാവ് ചിന്നബാസപ്പയാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ബീഫ് നിരോധനത്തിനെതിരെ സിദ്ധരാമയ്യ നിലപാടെടുത്തിരുന്നു. എന്നാൽ ഭീഷണി കാര്യമാക്കുന്നില്ലെന്നും പോലീസ് നടപടിയെടുക്കുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. രാജ്യത്ത് സംഘപരിവാർ ഉയർത്തുന്ന അസഹിഷ്ണുതയിൽ രാഷ്ട്രപതി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രണബ് മുഖർജിക്ക് നിവേദനം സമർപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ MPമാരുടെയും നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകർ രാഷ്ട്രപതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ചായി എത്തിയാണ് നിവേദനം നൽകിയത്. പ്രീതാത്മാനന്ദയുടെ തിരോധാനത്തിൽ വെള്ളാപ്പള്ളിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ബിജു രമേശ്. തനിക്കും പുഷ്പാങ്കദനും വധഭീഷണിയുണ്ടെന്നും ബിജു രമേശ് പറഞ്ഞു.